നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയെക്കുറിച്ചാണ് ഇന്നത്തെ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ മെയ്യിലോ ജൂണിലോ നടത്താനാണ് PSC ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നോടിയായി ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമായി ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഡിഗ്രി മെയിൻ പരീക്ഷയ്ക്കുള്ള സിലബസും PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ നോക്കാം. ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷ 12 ഘട്ടമായി നടത്താനാണ് PSC തീരുമാനിച്ചിരിക്കുന്നത്. 42 തസ്തികകളെ 12 ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് പരീക്ഷകൾ നടത്തുക. അപ്പോൾ ഇനി ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്ന് പറയാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെയിൽസ് അസിസ്റ്റന്റ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/ST, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ്, അസിസ്റ്റന്റ് ഫിനാൻസ് എന്നിങ്ങനെയുള്ള ഇത്തരം തസ്തികകൾ ഏതൊക്കെയാണ്? 57/2021, 58/2021, 309/2018, 38/2020, 315/2019, അതുപോലെ 25/2021. ഇത് ഒരു സെക്ഷനിൽ നടക്കുന്ന, ഒരു ഘട്ടത്തിൽ നടക്കുന്ന തസ്തികകളാണ്. അടുത്ത ഘട്ടത്തിൽ സീനിയർ സൂപ്രണ്ട്, അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ സബ് ട്രഷറി ഓഫീസർ, ട്രഷറി സർവീസ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/ST 105/2019, സെക്ഷൻ ഓഫീസർ PSC സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ST 110/2020. അത് അടുത്ത ഘട്ടമായി നടക്കും. മൂന്നാമത്തെ ഘട്ടത്തിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ 386/2019, 387/2019, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 388/2019, 389/2019, 390/2019, സബ് ഇൻസ്പെക്ടർ 435/2019, വനിതാ സബ് ഇൻസ്പെക്ടർ 23/2021, സബ് ഇൻസ്പെക്ടർ 24/2021. ഇത്രയും തസ്തികകൾ ഒരു ഘട്ടത്തിൽ നടക്കും. അസിസ്റ്റന്റ് ജയിലർ, സൂപ്രണ്ട്, സബ് ജയിൽ ഓർ സൂപ്പർവൈസർ 494/2019, 495/2019, 496/2019 ഒരു ഘട്ടത്തിൽ നടക്കും. എക്സൈസ് ഇൻസ്പെക്ടർ 497/2019, 498/2019 അടുത്ത ഘട്ടത്തിലും. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 59/2020 ഒരു ഘട്ടത്തിലും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പട്ടികവർഗ വികസനം 60/2020 ഒരു ഘട്ടത്തിലും. ടൈപ്പിസ്റ്റ് ക്ലർക്ക് മലബാർ സിമൻസ് 68/2020. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് 143/2020. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അപെക്സ് കോഓപ്പറേറ്റീവ് സെക്ടർ 226/2020. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 മത്സ്യഫെഡ് 227/2020, 228/2020 എന്നീ തസ്തികകൾ ഒരു ഘട്ടത്തിലും. ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള ജനറൽ സർവീസ് 85/2020, 86/2020, 87/2020, 88/2020, 163/2020, 164/2020, 165/2020, 166/2020 എന്നീ തസ്തികകൾ ഒരു ഘട്ടത്തിൽ നടക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് 133/2020, 134/2020, 135/2020 ഒരു ഘട്ടത്തിലും. ജൂനിയർ റിസപ്ഷനിസ്റ്റ് മിനറൽസ് ആൻഡ് മെറ്റൽസ് 147/2020, റിസപ്ഷനിസ്റ്റ് കം ടെലിഫോൺ ഓപ്പറേറ്റർ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് 492/2020 എന്നിവ അടുത്ത ഘട്ടത്തിലും. അവസാന ഘട്ടത്തിൽ ജൂനിയർ മാനേജർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 7/2021 എന്ന രീതിയിലും 12 ഘട്ടമായാണ് ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ സെയിൽസ് അസിസ്റ്റന്റ്, സീനിയർ സൂപ്രണ്ട്, സബ് ഇൻസ്പെക്ടർ ട്രെയിനി, അസിസ്റ്റന്റ് ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, റിസപ്ഷനിസ്റ്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ, നാഷണൽ സേവിങ്സ് പരീക്ഷകളുടെ സിലബസ് പറയുന്നതിൽ ഇതിൽ സെയിൽസ് അസിസ്റ്റന്റ്, സീനിയർ സൂപ്രണ്ട് ഒഴികെയുള്ള തസ്തികൾക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, പ്രധാന നിയമങ്ങൾ എന്നീ ഭാഗങ്ങളില്ല. പകരം 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിലബസിന്റെ ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്ക്, ഫിസിക്സ് 3, കെമിസ്ട്രി 3, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്നിവയ്ക്ക് 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്ക്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് 5 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 15 മാർക്ക്, സിമ്പിൾ അരിതമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് 10 മാർക്ക് എന്നിങ്ങനെയാണ്. ഇതുകൂടാതെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, ഓപ്പൺ മാർക്കറ്റ് പോലീസ്, ആംഡ് പോലീസ് ബറ്റാലിയൻ കാറ്റഗറി നമ്പർ 386/2019, 387/2019,
സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 388/2019, 389/2019, 390/2019. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി 435/2019. വിമൺ സബ് ഇൻസ്പെക്ടർ 23/2021. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള കാറ്റഗറി നമ്പർ 24/2021 എന്നീ തസ്തികകളിലേക്കുള്ള മാർക്കിന്റെ വിതരണം. ഹിസ്റ്ററി 5, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റംസ് 5 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 4 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 4 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 8 മാർക്ക്, പ്രാധാന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം, കന്നഡ 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്സ് സബ്ജക്ട് റിലേറ്റഡ് ടു ദ നാച്ചർ ഓഫ് ദി ജോബ് 20 മാർക്ക് എന്നിങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ല. മുമ്പ് നമ്മൾ പഠിച്ച LDC അല്ലെങ്കിൽ അതുപോലെയുള്ള 10th അല്ലെങ്കിൽ +2 മെയിൻ പരീക്ഷകളുടെ സിലബസിന് കുറച്ചും കൂടി കട്ടി കൂടുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വേറെ കൂടുതലായിട്ടൊന്നും തന്നെ ചേർത്തിട്ടില്ല. പക്ഷെ പോലീസിനെ പോലെയുള്ള തസ്തികൾക്ക്, എക്സൈസ്, പോലീസ് അങ്ങനെയൊക്കെയുള്ള തസ്തികൾക്ക് കുറച്ചും കൂടി 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ ഈ തസ്തികയ്ക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലെ ആ ഒരു വിതരണം കൂടി ഒന്ന് പറയാം. ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 3 മാർക്ക്. അത് കഴിഞ്ഞ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് 2 മാർക്ക്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2 മാർക്ക്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 1 മാർക്ക്. ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 2 മാർക്ക്. ഇന്ത്യൻ പീനൽ കോഡ് 4 മാർക്ക്. കേരള പോലീസ് ആക്ട് 2011 4 മാർക്ക് എന്നിങ്ങനെയാണ്. ഇത് കൂടാതെ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 സൂപ്രണ്ട് സബ് ജയിൽ ബാർ സൂപ്പർവൈസർ കാറ്റഗറി നമ്പർ 494, 95, 96/2019 സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത് ഹിസ്റ്ററി ഓഫ് ജയിൽസ്, വേരിയസ് ജയിൽസ് ഇൻ കേരള, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ്, appointment of assistant superint grade 1, duties and responsibilities of assistant superint, young offenders, women prisoners, leave of prisoners, execution, suspension, remission and commutation, punishments ഇത്തരം ടോപ്പിക്കുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 18 മാർക്ക്. കൂടാതെ IT ആക്ട് 2000 കുറിച്ച് 2 മാർക്കാണ് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. അങ്ങനെ 20 മാർക്കാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജൂനിയർ റിസപ്ഷനിസ്റ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കാറ്റഗറി നമ്പർ 147/2020, റിസപ്ഷനിസ്റ്റ് കം ടെലിഫോൺ ഓപ്പറേറ്റർ ആ ഒരു ഭാഗം 490/2020 സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്നത് ടെക്നോളജി ബേസിക്സ് ആയിട്ടുള്ള ISDN, BRI, PRI, PBX, PABX ടെക്നോളജി, സിസ്റ്റം കമ്പോണൻസ്, EPABX, PBX ടൈപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹൈബ്രിഡ് PBX പോലുള്ള സംഭവങ്ങളിൽ നിന്ന് 10 മാർക്കും, EPABXനെ കുറിച്ചുള്ള ഇൻസ്റ്റലേഷൻ, സർവീസിങ് അങ്ങനെ അത് തുടങ്ങിയിട്ടുള്ള ബെനിഫിറ്റ്സ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും 10 മാർക്കുമാണ് വരുന്നത്. ഇതുകൂടാതെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി കാറ്റഗറി നമ്പർ 497/2019, 498/2019 സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത് നാച്ചർ ഓഫ് ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ 18 മാർക്കാണ് വരുന്നത്. ഇതിൽ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ, ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻ ചാർജ് ഓഫ് റേഞ്ച് ഓഫീസേഴ്സ്, ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻ ചാർജ് ഓഫ് ഡിസ്റ്റിലറീസ്, വെയർഹൗസസ് ആൻഡ് ബ്രൂവറീസ് ആൻഡ് വൈനറീസ്, ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻ ചാർജ് ഓഫ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ആൻഡ് എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. ഇത്തരം ഭാഗങ്ങളാണ് വരുന്നത്. പിന്നെ മിസലേനിയസ് എന്നീ ഭാഗങ്ങളിലടക്കം ആണ് ടോപ്പിക്ക് 18 മാർക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് IT ആക്ട് 2000 2 മാർക്കുമാണ് വരുന്നത്. ഇനി പറയാനുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് കാറ്റഗറി നമ്പർ 133/2020, 134, 135/2020 സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്നത് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക് എന്നിവയ്ക്ക് 5 മാർക്ക് വീതം ടോട്ടൽ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത്. പിന്നെ വരുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 60/2020 വരുന്നത് ഫണ്ടമെന്റൽസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫീസ് ഓട്ടോമേഷൻ, അതിൽ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഇതെല്ലാം കൂടിയാണ് 20 മാർക്കിന്റെ ടോപ്പിക്ക് വരുന്നത്.
അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ 12 ഘട്ടമായി നടക്കുമെന്ന് പറഞ്ഞു. ഓരോ ഘട്ടത്തിനും അതിനനുസരിച്ചുള്ള രീതിയിലുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ജോലി നേടുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. മെയ് മാസത്തിനോടടുത്ത പരീക്ഷ ഉണ്ടാകും, ഡിഗ്രി മെയിൻസ് പരീക്ഷ ഉണ്ടാകുമെന്നും ഫെബ്രുവരി ആദ്യവാരത്തോടടുത്ത് ഇതിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കൃത്യമായുള്ള പഠനം തുടങ്ങുക. എല്ലാവർക്കും ആശംസകൾ. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.